ആർട്ടിക് സ്ഫോടനമുണ്ടാക്കുന്ന അതിശൈത്യത്തിലും മഞ്ഞുവീഴ്ചയിലും വലയുകയാണ് US. പല പ്രദേശങ്ങളിലും താപനില അപകടകരമാം വിധം താഴുന്നത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു. ഈ കാലാവസ്ഥ US-ൽ ഏറ്റവും കുറഞ്ഞത് ഈ ആഴ്ചയുടെ പകുതി വരെയെങ്കിലും നീണ്ടു നിൽക്കുമെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആഴത്തിലുള്ള മഞ്ഞുവീഴ്ച US-ന്റെ വലിയ ഭാഗങ്ങളെ ഇതിനോടകം മൂടിക്കഴിഞ്ഞു. തണുത്ത താപനില തെക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡ വരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നാഷണൽ വെതർ സർവീസ് അനുസരിച്ച് വടക്കൻ റോക്കീസിൽ നിന്ന് വടക്കൻ US സംസ്ഥാനമായ കാൻസാസ് വരെയും അയോവയിലേക്കും ഉണ്ടാകുന്ന തണുത്ത കാറ്റ് താപനിലയെ 0-നേക്കാളും 30 ഡിഗ്രി കൂടി താഴത്തേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. കടുത്ത മഞ്ഞുവീഴ്ചയും ശക്തമായ ശീതക്കാറ്റും കാരണം കുറഞ്ഞത് 4 പേരെങ്കിലും ഇതിനോടകം മരണപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ 10,000-കണക്കിന് വീടുകളിൽ നിന്നും സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ആളുകൾ മാറി താമസിച്ചു. കൂടാതെ ഒറിഗോണിലെ പോർട്ട്ലാൻഡിലടുത്തുള്ള ഒരു പ്രദേശത്ത് കഴിഞ്ഞയാഴ്ച അവസാനത്തോടെ 100 മരങ്ങൾ കടപുഴകി വീണിരുന്നു. അതിലൊന്ന് ഒരു വീടിന് മുകളിൽ വീണ് ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. അസോസിയേറ്റഡ് പ്രസ് അനുസരിച്ച് 2 പേർ ഹൈപ്പോതെർമിയ ബാധിച്ചും മരണപ്പെട്ടു. അതിനിടെ US സംസ്ഥാനങ്ങളായ മൊണ്ടാന, നോർത്ത് ഡക്കോട്ട, സൗത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിൽ താപനില 0-ത്തേക്കാൾ 50 ഡിഗ്രി കൂടി താഴേക്ക് പോകുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. നാഷണൽ വെതർ സർവീസ് അനുസരിച്ച് US-ൽ ഏകദേശം 95 ദശലക്ഷം ആളുകൾ -17 ഡിഗ്രി സെൽഷ്യസ് താപനിലയുടെ ഭീഷണി നേരിടുന്നവരാണ്. കൂടാതെ ഞായറാഴ്ച US-നുള്ളിലും പുറത്തേക്കുമായി യാത്ര നടത്തേണ്ടിയിരുന്ന 700-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായി ഫ്ലൈറ്റ് അവെയർ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ ശക്തമായ കാറ്റിലും മഞ്ഞുവീഴ്ചയിലും മരങ്ങളും വൈദ്യുതി ലൈനുകളും വീണതിനെ തുടർന്ന് US സംസ്ഥാനമായ ഒറിഗോണിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും 1,20,000-ലധികം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഇവയിൽ ഭൂരിഭാഗവും ഗുരുതരമായി ബാധിക്കപ്പെട്ടത് പോർട്ട്ലാൻഡിലാണെന്നും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അർക്കൻസാസ് ഗവർണർ സാറ ഹക്കബി സാൻഡേഴ്സ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അർക്കൻസാസ്, ടെക്സസ്, ലൂസിയാന എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ മഞ്ഞുവീഴ്ചയും മരവിപ്പിക്കുന്ന മഴയും പ്രതീക്ഷിക്കുന്നതിനാലാണ് അതിശൈത്യം മൂലമുണ്ടായേക്കാവുന്ന അപകടത്തെ മുന്നിൽ കണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്.